ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഒരു അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് ആക്ഷേപമുണ്ടായാലും എന്ത് ആരോപണമുണ്ടായാലും വളരെ കൃത്യമായി അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ നടപടിയെടുക്കുന്ന ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ സേനയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ശുദ്ധീകരിക്കുന്നതിന് പ്രാപ്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എന്നുള്ള പ്രതീക്ഷയാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. അല്ല അത് ഇല്ല, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ആരോപണം വരുന്ന സമയത്തെ ശിക്ഷ കൊടുക്കുമോ? അങ്ങനെ ഉണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ. അല്ല, അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ക്രൈമിനനുസരിച്ചല്ലേ ഓരോരോ നടപടികൾ സ്വീകരിക്കുക. അത് അന്വേഷണത്തിന് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ജിയോ ഇറങ്ങി, നിങ്ങൾക്കും കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിയോ ഇറങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ഗവൺമെന്റ് പറയുമല്ലോ, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. കുറേയേറെ ആരോപണമുണ്ട്. ഇന്നിപ്പോ വി ഡി സതീശനെതിരെ വീണ്ടും എറണാകുളത്തെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച വനിതാ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് എന്തോ 30 കോടി കൊണ്ടുവന്നത് കായവണ്ടിയിലാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അന്വേഷിക്കട്ടെ, പോലീസ് കണ്ടെത്തട്ടെ, നമുക്ക് നോക്കാം. ശരി.